ഹലോ വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ അടിപൊളി കോംബോ റെസിപ്പിയാണ് കേട്ടോ. നല്ല മുട്ടയപ്പവും ബീഫ് വരട്ടിയതും. അപ്പോൾ നേരെ വീഡിയോയിലോട്ടേക്ക് പോവാം. ഇതിപ്പോൾ മുട്ടയപ്പത്തിന് വേണ്ടിയിട്ടുള്ള പച്ചരി ഒന്ന് പൊതിർത്തി എടുക്കലാണ് കേട്ടോ. ഇന്നിപ്പോൾ ഞാൻ 4 കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് എടുത്തിട്ട് ഒന്ന് പൊതിർത്തി വെക്കാം. വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഇത് 3-4 മണിക്കൂർ മുന്നേ പൊതിർത്തി വെക്കാം കേട്ടോ. ഇതിപ്പോൾ നല്ല അടിപൊളി ഹോം മെയ്ഡ് ഗരം മസാലൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഞാനിത് ഉണ്ടാക്കാൻ പോകുമ്പോൾ ഇത് കഴിഞ്ഞത് കണ്ടത്, അപ്പം അതിൻ്റെ വീഡിയോ കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിപ്പോൾ 1 ടേബിൾ സ്പൂൺ ഏലക്കായ്, 1 ടേബിൾ സ്പൂൺ വലിയ ജീരകം, അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ കുരുമുളകും കറാമ്പും, പിന്നെ 2 ജാതിക്ക, പിന്നെ ഒരു 8 പട്ട എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ വലുതാണ് എടുത്തത്. ചെറുതാണെങ്കിൽ ചെറിയ ചെറിയ പീസായതുണ്ടാവില്ല, അപ്പോൾ അതിനനുസരിച്ചിട്ട് നോക്കിയിട്ട് എടുത്താൽ മതി. പിന്നെ 3/4 ടേബിൾ സ്പൂൺ ചെറിയ ജീരകം. ഇനിയിപ്പോൾ ഇതെല്ലാം ഒന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പിലേക്ക് വെക്കുന്നുണ്ട്. പിന്നെ ഇതൊന്നും കൂടാണ്ട് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉലുവയും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. ഗരം മസാല ഉണ്ടാക്കുമ്പം ഉലുവ ചേർക്കാണ്ടായിരിക്കും അധികം നമ്മൾ പൊടിച്ചെടുക്കുക. പക്ഷേ ഇനി ഉണ്ടാക്കുമ്പം ഇതും കൂടെ ചേർത്ത് കൊടുക്കുക. നല്ലൊരു ഫ്ലേവർ തരുന്ന ഒരു ഗരം മസാലയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ 1 ടേബിൾ സ്പൂൺ ഉലുവ ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കുക. ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെക്കുക കേട്ടോ. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വറുത്തെടുക്കുക. അപ്പം ഇനി ബാക്കിയുള്ള ഐറ്റംസ് എല്ലാം ചേർത്ത് കൊടുക്കുക. ഏലക്കായും ജീരകവും എല്ലാം. ഇതിൽ ഈ ഒരു ജാതിക്ക ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചിട്ട് ഇതിൻ്റെ തോലൊന്ന് കളഞ്ഞെടുത്തിട്ട് വേണം ചേർക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാം കൂടെ ചേർത്തിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. അപ്പോൾ ഇതെല്ലാം ഒരു 5 മിനിറ്റ് ഡ്രൈ റോസ്റ്റ് ആക്കിയിട്ട് എടുക്കുക. ഇതൊന്ന് കുറച്ച് സമയമാകുമ്പോഴത്തേക്കിന് നല്ലൊരു മണമൊക്കെ വരും കേട്ടോ. നമ്മളിങ്ങനെ വറുത്തെടുത്തിട്ട് പൊടിക്കുന്നതാണെങ്കിൽ ഇത് കുറച്ചധികം കാലം നിൽക്കും. പിന്നെ അതുപോലെ തന്നെ നന്നായിട്ട് നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കാനും ഈസിയാണ്. അപ്പോൾ ഇതെല്ലാം ഒന്ന് നന്നായിട്ട് വറുത്തെടുത്തതിന് ശേഷം ഇതിൻ്റെ ജസ്റ്റ് ചൂടൊന്ന് പോയതിന് ശേഷം ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കുക. അപ്പോൾ ഇത് നല്ല ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. നല്ലൊരു മണമാണ് കേട്ടോ ഈ ഒരു ഗരം മസാലേൻ്റെ. അപ്പോൾ ഇത് പൊടിച്ച പാട് കുറച്ച് ചൂടെല്ലാം ഉണ്ടാകും. അപ്പോൾ ജസ്റ്റ് ചൂടെല്ലാം പോയതിന് ശേഷം മാത്രം നല്ലൊരു എയർ ടൈറ്റ് ആയിട്ടുള്ളൊരു കണ്ടെയ്നറിലേക്ക് ഇട്ട് കൊടുക്കുക. ഈ ഒരു അളവ് പ്രകാരം നമ്മൾ നോർമൽ യൂസിന് നമുക്കൊരു 2-3 മാസമൊക്കെ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. പിന്നെ കുറേ ഒരുമിച്ച് പൊടിച്ച് വെക്കണ്ട. കാരണം ഇത് കുറച്ച് കാലം കഴിയുമ്പോൾ ഒരു 2 മാസത്തിലാകുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഒരു മണമൊക്കെ കുറച്ചൊരു കുറയും. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് ഒരുമിച്ച് ഉണ്ടാക്കി വെക്കണ്ട. ഈ ഒരു അളവിൽ ഉണ്ടാക്കിയാൽ മതി. ഇനിയിപ്പോൾ ബീഫ് വരട്ടിയത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുക്കർ എടുത്തിട്ടുണ്ട് കേട്ടോ. കുക്കറിലാണ് ഈ ഒരു ബീഫ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഇത് 1 കിലോ ബീഫാണ് കേട്ടോ. ഇതൊന്ന് കഴുകി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു വലിയൊരു ഉള്ളിയും 1 തക്കാളിയും പച്ചമുളകും ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കറിവേപ്പില ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1/4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി, 1/2 സ്പൂണ് കുരുമുളക് പൊടി, അതുപോലെ തന്നെ 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല പൗഡറും, പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് വലിയ ജീരകമില്ലേ അതൊന്ന് കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാം ഒന്ന് മുഴുവനായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ഒരു ബീഫ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ കുക്കറിൻ്റെ ആവിയൊക്കെ പോയി ചൂടെല്ലാം പോയതിന് ശേഷം ഒന്ന് ഓപ്പണാക്കി നോക്കലാണ് കേട്ടോ. ബീഫ് കുക്കായിനോ നോക്കുന്നതാണ്. അപ്പോൾ ബീഫ് നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് വറ്റിച്ചെടുക്കാനുണ്ട്, ഇതൊന്ന് വരട്ടിയെടുക്കാനുണ്ട്. അപ്പോൾ അത് ഞാൻ ഉരുളിയിലാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഞാൻ ചെറിയ ഉള്ളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതൊരു 10-15 ചെറിയ ഉള്ളി ഉണ്ട്. അപ്പോൾ അത് ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് വഴറ്റിയെടുക്കുക.
ഇതിലേക്ക് ഒരു ചെറിയൊരു പീസ് ഇഞ്ചിയും ഒരു ബൾബ് വെളുത്തുള്ളിയും ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് വേവിച്ച് വെച്ച ബീഫും അതിൻ്റെ വെള്ളമൊക്കെ അടക്കം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പം ഉപ്പെല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. പിന്നെ വേണമെങ്കിൽ പച്ചമുളകിൽ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതെല്ലാം ചേർത്തൊന്ന് മിക്സ് ആക്കിയിട്ട് നന്നായിട്ടൊന്ന് വറ്റിച്ച് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കണം കേട്ടോ. അപ്പം മുട്ടയപ്പത്തിൻ്റെ കൂടെ കഴിക്കാൻ കുറച്ച് ഗ്രേവിയൊക്കെ വേണമെന്നുകൊണ്ട് ഞാൻ ഈ ഒരു രീതിയിലാകുമ്പം കറി ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ചും കൂടി വറ്റിച്ചിട്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുത്താൽ മതി. ഇനിയിപ്പോൾ അടുത്തതായിട്ട് മുട്ടയപ്പത്തിൻ്റെ അരി ഒന്ന് അരച്ചെടുക്കലാണ് കേട്ടോ. അപ്പോൾ നേരത്തെ നമ്മൾ പുതിർത്തി വെച്ച പച്ചരിയില്ലേ, അത് നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ചോറും എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കലാണ്. ഞാനിപ്പം 2 പിടി ഇങ്ങനെ നമ്മൾ കൈപ്പിടി എടുക്കുന്നതാണെങ്കിൽ ഇങ്ങനെ 2 പിടി പച്ചരിക്ക് 1 പിടി ചോറ് ആ ഒരു രീതിയിലാണ് കേട്ടോ എടുക്കൽ. കപ്പളവ് എടുക്കുന്നതാണെങ്കിൽ 1 കപ്പ് പച്ചരിക്ക് 1/2 കപ്പ് ചോറ് ആ ഒരു രീതിയിൽ എടുക്കാം കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കലാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഇതൊന്ന് അരച്ചെടുക്കാം കേട്ടോ. ഇതിലേക്ക് അരി ഇട്ട് കൊടുക്കുക, അതുപോലെ തന്നെ വെള്ളം ചേർത്ത് കൊടുക്കുക. ആദ്യം തന്നെ ഒരുപാട് വെള്ളം ചേർക്കണ്ട കേട്ടോ. ഇതൊരു എന്താ പറയുക, കുറച്ചൊരു കട്ടിയിലാണ് ഇതിൻ്റെ ഒരു ബാറ്റർ ഉണ്ടാവൽ. ദോശ പോലെ ഭയങ്കര ലൂസായിട്ടല്ല. അപ്പോൾ വെള്ളം നോക്കി നോക്കി മാത്രം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിലുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ അരിയിൽ മുഴുവനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു രീതിയിലാണ് വേണ്ടത്. ഭയങ്കര കട്ടിയുമല്ല എന്നാൽ തന്നെ ഭയങ്കര ലൂസും അല്ല കേട്ടോ. നമുക്കിങ്ങനെ കോരി ഒഴിക്കാൻ പറ്റുന്ന ഒരു പാകത്തിന് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണയൊക്കെ നന്നായിട്ട് ചൂടായി വന്നാൽ ഇങ്ങനെ ഓരോരോ കയ്യിലായിട്ട് ചെറുതായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇതിൻ്റെ ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കാം കേട്ടോ. ലോയും അല്ല ഹൈയും അല്ല, മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുക. പിന്നെ ഇതൊന്ന് പൊങ്ങി വന്നാൽ ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് ആ ഒരു സൈഡും കൂടി കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അടിപൊളി മുട്ടയപ്പം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതിങ്ങനെ കറീൻ്റെ കൂടെ കഴിക്കുക, അല്ലെങ്കിൽ വെറുതെയും കഴിക്കുക. പിന്നെ ബീഫ് കറി, ചിക്കൻ കറി, വരട്ടിയത്, അങ്ങനെ എല്ലാത്തിനും മാച്ചാകുന്ന അടിപൊളി ഒരു അപ്പമാണ് കേട്ടോ മുട്ടയപ്പം. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതുവരെ ഉണ്ടാക്കി നോക്കാത്തവർ എന്തായാലും ട്രൈ ആക്കി നോക്ക്. അപ്പോൾ വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും നല്ല നല്ല വീഡിയോ ഒക്കെ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.